പേരിനോടൊരു സിനിമ 100% നീതി പുലർത്താൻ സാധിക്കുമെങ്കിൽ റൈഫിൾ ക്ലബ് അതിനൊരു ഉദാഹരണമായിരിക്കും. കഥയേക്കാൾ തോക്കിന് പ്രാധാന്യമുള്ള സിനിമ, കഥാപാത്രത്തെക്കാൾ കൂടുതൽ തോക്കുള്ള സിനിമ. വെടിപൊട്ടലിന്റെ ശബ്ദം പലപ്പോഴും പശ്ചാത്തല സംഗീതമായി മാറിയപ്പോൾ പിറന്നത് മേക്കിങ്ങിൽ മികച്ച ഒരു ആക്ഷൻ ചിത്രം. സുൽത്താൻ ബത്തേരിയിലെ റൈഫിൾ ക്ലബ് തോക്കുകൊണ്ട് അമ്മാനമാടുന്ന പാരമ്പര്യമുള്ള കുടുംബത്തിൻ്റെയും അവരോട് അടുപ്പമുള്ളവരുടെയും ഉള്ള ഒരു കൂട്ടായ്മ. ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും തോക്ക് ഉപയോഗിക്കാൻ സമർത്ഥർ. വേട്ടയാടലും വെടിപൊട്ടിക്കലും ഒക്കെ വെറും നേരം പോക്കാക്കി കുറേ ആൾക്കാർ. തിന്നും കുഴിച്ചും സൊറ പറഞ്ഞും ജീവിച്ച അവർക്കിടയിലേക്ക് കുറച്ച് അതിഥികൾ എത്തുന്നു. ആ അതിഥികളെ തേടി അവരുടെ കുറച്ച് ശത്രുക്കളും. ചത്ത കാട്ടുപന്നികളും തോക്കു ചൂണ്ടുന്ന മനുഷ്യരെയും ഒരു വനത്തിനുള്ളിൽ നിന്ന് ഒരു ബംഗ്ലാവിലേക്ക് ഒരു സിപ്പ് ലൈനിലൂടെ ഒഴുകുന്നു. അത്താഴ സംഭാഷണങ്ങളിൽ വേട്ടയാടലിന്റെ പിന്നാമ്പുറ അഭിനന്ദനങ്ങളുടെയും ഉയരമുള്ള കഥകൾ നിറഞ്ഞിരിക്കുന്നു. 90കളിലാണ് കഥ നടക്കുന്നത്. അന്നത്തെ കഥാപശ്ചാത്തലം കൃത്യമായും വ്യക്തമായും ഒരുക്കിയിരിക്കുന്നു. തോക്കുകൾ നിത്യജീവിതത്തിൽ സാധാരണമെന്നോണം ഉപയോഗിക്കുന്നവരാണ് സിനിമയിൽ മിക്ക കഥാപാത്രങ്ങളും. തോക്ക് കണ്ടാൽ അവർക്ക് പേടിയില്ല, വെടിവെച്ച് കേട്ടാൽ ഞെട്ടുകയുമില്ല. പതിയെ ആരംഭിക്കുന്ന ചിത്രം ആദ്യ 15 മിനിറ്റിൽ തന്നെ ട്രാക്ക് മാറും. ഗൺ ഫൈറ്റുകൾ തന്നെയാണ് ചിത്രത്തിലെ പ്രധാന ഹൈലൈറ്റും. നായിക സ്ഥാനത്തുള്ള ദിലീഷ് പോത്തനും പ്രതിനായക സ്ഥാനത്തുള്ള അനുരാഗ് കശ്യപും മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നു. ഇതിൽ തന്നെ അനുരാഗ് കശ്യപ് ഒരുപടി മുന്നിൽ നിൽക്കുന്നുവെന്ന് പറയേണ്ടി വരും. കുറ്റമെന്ന് പറയാനായിട്ട് ചില ഭാഗങ്ങളിൽ തിരക്കഥാരചനയിൽ കാര്യമായ കുറവുണ്ട്. പക്ഷെ റൈഫിൾ ക്ലബ് ഒരു തിയേറ്റർ വാച്ച് സിനിമയാണ്. വലിയ സ്ക്രീനിൽ മികച്ച ശബ്ദ സാന്നിധ്യങ്ങളുടെ അകമ്പടിയോടുകൂടി കണ്ട് ആസ്വദിക്കേണ്ട ഒരു പടം. OTTയിൽ കണ്ടാൽ പ്രേക്ഷകന് ചിലപ്പോൾ മുഴുവൻ ഫീലും കിട്ടണമെന്നില്ല. മികച്ച മേക്കിങ്ങും മിന്നും പ്രകടനങ്ങളുമുള്ള ചിത്രം കാണികളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല.